സിദ്ധാർത്ഥ് സ്റ്റേഷൻ എത്തി. നീണ്ട യാത്രയ്ക്കൊടുവിൽ എപ്പോഴും ഉറക്കത്തിലാണ്ട അവനെ ഒരാൾ വിളിച്ചുണർത്തി. അവൻ കണ്ണുകൾ മെല്ലെ തിരുമ്മി ചുറ്റും നോക്കി. അവൾ ഇപ്പോഴും ഉറക്കത്തിലാണ്. നമ്മുടെ നാട്ടിലെത്തി. അവൻ എഴുന്നേറ്റു. സ്ലീപ്പറിൽ ഉറങ്ങുന്ന അവളെ വിളിച്ചുണർത്തി. അവൾ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് അവനോടൊപ്പം നടന്നു. കയ്യിലുള്ള ബാഗിൽ ഭദ്രമായി പിടിച്ചിട്ടുണ്ട്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇവിടെ ആർക്കും ഒന്നും അറിയില്ല. നീയായിട്ട് അറിയിക്കരുത്. കഴിഞ്ഞതെല്ലാം മറക്കുക. അവൾ അതിന് മറുപടി കൊടുത്തില്ല. അവനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. അവളുടെ കണ്ണുകളിൽ അപ്പോൾ നിസ്സഹായത മാത്രമായിരുന്നു. ആ വന്നോ കല്യാണ ചെക്കൻ? അവനെ കണ്ടതും നാട്ടിലെ ഒരു പരിചയക്കാരൻ ഓടി വന്നു. അവൻ അവരോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളെ പെട്ടെന്ന് ഒഴിവാക്കി. അല്ല, ആരേ കുട്ടി? പോകാൻ നേരം അയാൾ അവനോട് ചോദിച്ചു. അമ്മു, എൻ്റെ ഓഫീസിലെ കുട്ടിയാണ്. ഓ, കല്യാണം കൂടെ വന്നതാകൂ അല്ലേ? അത് കേട്ടതും അവളൊന്നും മനസ്സിലാകാത്ത പോലെ വീണ്ടും അവനെ നോക്കി. അതെ അതെ ചേട്ടാ, അവൾക്കേ നല്ല തലവേദനയുണ്ട്, മൈഗ്രെയിൻ ആണ്. അതുകൊണ്ട് ബാക്കി പിന്നെ പറയാം. അവൻ അയാളിൽ നിന്നും വേഗം രക്ഷപ്പെട്ടു. വഴിയിൽ ഇനിയും ഒരുപാട് ആളുകൾ ചോദ്യം ചെയ്യാൻ ഉണ്ടാകും എന്നറിയാവുന്നത് കൊണ്ട് വേഗം അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലെത്തി. അവന്റെ വീട്ടിൽ അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. കല്യാണ പന്തലിടുന്ന ആളുകളും കസേര ശരിയാക്കുന്നവരും എല്ലാമായി ഒരു ബഹളം. ഓട്ടോ ഇറങ്ങി അവനെ കണ്ടതും എല്ലാവരുടെയും മുഖത്ത് ചിരി ഉണർന്നു. എന്നാൽ പിന്നാലെ അവളെ കണ്ടതും അവരുടെയൊക്കെ മുഖം വാടി. വന്നതാരാണെന്നറിയാതെ അവർ പരസ്പരം നോക്കി. അവൻ അവളുടെ കൈകൾ മുറുക്കി പിടിച്ചു അകത്തേക്ക് കൂട്ടി. ഉണ്ണി, ആരാ ഇത്? അമ്മ അവനോട് ചോദിച്ചു. അവൻ പരിചയക്കാരന് നൽകിയ മറുപടി അവിടെയും ആവർത്തിച്ചു. അമ്മയ്ക്ക് സംശയമൊന്നും തോന്നിയില്ല. ഇന്ന് വരെ യാതൊരു തെറ്റും ചെയ്യാത്തവനാണ്. ഇപ്പോൾ കല്യാണം കഴിക്കുവാൻ പോകുന്നത് സ്നേഹിച്ച കുട്ടിയെയും. അമ്മ അവളെ അകത്തേക്ക് ഇരുത്തി ഭക്ഷണം കൊടുത്തു. മോള് വിശ്രമിക്ക്, അതാണ് ഗസ്റ്റ് റൂം. അവൾക്ക് മുറി കാട്ടിക്കൊടുത്തു. അവൾ ഒരു പാവയെ പോലെ അകത്തേക്ക് പോയി. മുഖം നല്ലതുപോലെ കഴുകി. തലേ ദിവസത്തെ ഉറക്കക്ഷീണം കണ്ണുകളിൽ ഇപ്പോഴുമുണ്ട്. അവൾ കട്ടിൽ കിടന്നു. പക്ഷെ ഉറക്കം വന്നില്ല. വേഗത്തിൽ കുതിച്ചു വരുന്ന ഒരു കാറും അതിന് മുന്നിൽപ്പെട്ട് ദൂരേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു ചെറുപ്പക്കാരനും അവളുടെ ഉറക്കം കെടുത്തി. ഏട്ടാ, അവൾ ഉറക്ക നിലവിളിച്ചു. എന്നാൽ കല്യാണ വീട്ടിലെ ബഹളത്തിൽ അതാരും ശ്രദ്ധിച്ചില്ല. അതെ, മീനുവിന് ഇന്നാണ് പുടവ കൊടുക്കേണ്ടത്. ആരും അവനെ ഓർമ്മിപ്പിച്ചു കൊടുക്കാം അവൻ മറുപടി പറഞ്ഞു. പക്ഷേ ആ മുഖത്ത് സന്തോഷമുണ്ടായിരുന്നില്ല. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന പെണ്ണിനെ സ്വന്തമാക്കാൻ പോകുന്നു. എന്ത് സന്തോഷമായിരുന്നു എനിക്ക്, അവൻ ഓർത്തു. എന്താ മോനെ, നീ എന്താ ആലോചിക്കുന്നത്? അവന്റെ മുഖത്തെ പരിഭ്രമം കണ്ട് അമ്മയ്ക്ക് സംശയമായി. ഒന്നുമില്ല. അല്ല, ആ കുട്ടിയെ കൂട്ടണോ പുടവ കൊടുക്കാൻ? വേണ്ട, അവൻ മറുപടി നൽകി. അങ്ങനെ വളരെ കുറച്ചു പേര് മാത്രം പുടവ നൽകാൻ പോയി. കൂട്ടത്തിൽ അവനും. ശരിക്കും ഞങ്ങളുടെ നാട്ടിലെ പുടവ കൊടുക്കാൻ ചെക്കൻ വരില്ല. പിന്നെ ഉണ്ണിക്ക് നിന്നെ കാണണമെന്നൊരാഗ്രഹം. അമ്മ സ്വർണ്ണവർണ്ണമുള്ള ഒരു സാരി അവൾക്ക് നൽകിക്കൊണ്ട് തുടർന്നു. അവൾ ഒളികണ്ടിട്ട് ഉണ്ണിയെ നോക്കി. അവന്റെ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ മാറി മറിഞ്ഞു. മീനു, എനിക്ക് നിന്നോട് സംസാരിക്കണം. എല്ലാവരും കേൾക്കെ അവൻ മീനുവിനോട് പറഞ്ഞു. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞങ്ങൾ ഇപ്പോൾ വരാം. അവിടെ കൂടിയവർ അവരെ തരിച്ചാക്കി അവിടെ നിന്നും ഇറങ്ങി. എൻ്റെ ഉണ്ണിയേട്ടാ, ഏട്ടൻ ഹാപ്പി അല്ലേ? നാളെ നമ്മുടെ സ്വപ്നങ്ങൾ സഫലമാകാൻ പോവുകയാണ്. ഞാനും ഉണ്ണിയേട്ടനും എത്ര ആഗ്രഹിച്ച ദിവസമാണ്. നമ്മൾ ഒരുമിച്ച് നടന്നതും സംസാരിച്ചതും എല്ലാം എനിക്ക് ഇന്നലത്തെ പോലെ തോന്നുകയാണ്. അച്ഛൻ അന്നേ പറഞ്ഞു ഉണ്ണിയേട്ടനെ വേണ്ടെന്ന്. എനിക്ക് വാശിയായിരുന്നു. ഇപ്പോഴും അതെ. അവളുടെ വാക്കുകളിൽ അവനോടുള്ള ഇഷ്ടം പ്രകടമായി. എന്നാൽ അവനൊന്ന് പതറി. മീനു, നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എൻ്റെ ജീവിതത്തിൽ വേറൊരു പെണ്ണുണ്ടെങ്കിലോ? നിനക്ക് മുൻപ് മറ്റൊരു പെൺകുട്ടി എൻ്റെ ഭാര്യയായെങ്കിലോ? ഉണ്ണി അവളെ നോക്കി പേടിയോട് ചോദിച്ചു. അത് കേട്ടതും അവൾ ചിരിയായി. ഈ ഉണ്ണിയേട്ടൻ എന്താ മറ്റൊരു പെണ്ണ്? നല്ല കഥ. ആ മനസ്സ് എനിക്കറിയില്ലേ. ഞാനല്ലാതെ മറ്റൊരാൾ അവിടെയില്ല. ഇനി ഉണ്ടെങ്കിൽ ഞാൻ അവളെ കൊല്ലുകയൊന്നുമില്ല. ഉണ്ണിയേട്ടനെ ഒന്നും ചെയ്യില്ല. പകരം ഞാൻ അങ്ങില്ലാതാകും. ഉണ്ണിയേട്ടനില്ലാത്ത ജീവിതം എനിക്ക് പറ്റില്ല. അവൾ അവനെ മുറുകെ പിടിച്ചു. അവനും അവളോടൊപ്പം കരഞ്ഞു. പിന്നീട് അവളോടൊന്നും സംസാരിക്കാതെ വേഗം വീട്ടിലേക്ക് കുതിച്ചു. അമ്മു അപ്പോഴും മുറിയിൽ തന്നെയാണ്. അവൻ അവൾക്കരികിലേക്ക് ഇരുന്നു. താൻ വല്ലതും കഴിച്ചോ? അവൻ ചോദിച്ചു. അവൾ അതിനൊന്ന് മൂളി. നാളെയാണല്ലേ കല്യാണം? അമ്മ പറഞ്ഞിരുന്നു. മീനു, അതാണല്ലേ കുട്ടിയുടെ പേര്? അവൾ ചോദിച്ചു. അതെ, വർഷങ്ങളായുള്ള ബന്ധമാണ്. +2 തുടങ്ങിയ ഇഷ്ടം.
ആദ്യമൊന്നും അവളെ എസ് പറഞ്ഞില്ല. എനിക്ക് സങ്കടമായി. പിന്നെ മാസങ്ങൾ കഴിഞ്ഞാൽ ഇഷ്ടം തുറന്നു പറഞ്ഞത്. ഇപ്പൊ കല്യാണം വരെ എത്തി. നന്നായി. ആരും ഒന്നും അറിയണ്ട. നിങ്ങൾ ആരോടും ഒന്നും പറയണ്ട. കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ ഇവിടെ നിന്ന് പോകും. അമ്മു അവനോട് പറഞ്ഞു. എങ്ങോട്ട്? നാട്ടിൽ സ്വന്തമായി ആരുമില്ലല്ലോ, ആ വൃത്തികെട്ട അമ്മാവനൊഴികെ. ഉണ്ണി അവളെ ഓർമ്മിപ്പിച്ചു. മുന്നിൽ മറ്റൊരു വഴിയുമില്ലെങ്കിൽ അയാളുടെ അരികിലേക്ക് തന്നെ പോകും. അത് വേണ്ട. അയാളിൽ നിന്നും നിന്നെ രക്ഷിക്കാനല്ലേ അപ്പു ആഗ്രഹിച്ചത്? അതിനു വേണ്ടിയല്ലേ നിന്നെ അവസാനമായി എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചത്? ജീവിത അവസാനം വരെ കൂടെ ഉണ്ടാകണമെന്ന് വാക്ക് നൽകിപ്പിച്ചത്? ഉണ്ണി അവളെ നോക്കി. ഏട്ടൻ മരിച്ചില്ലേ? മരിച്ചവർക്ക് നൽകിയ വാക്കിന് വേണ്ടി ജീവിച്ചിരിക്കുന്നവരെ സങ്കടപ്പെടുത്തണോ? അമ്മുവിൻ്റെ വാക്കുകൾ ഉണ്ണിയുടെ ഹൃദയത്തിൽ ആഴത്തിൽ കൊണ്ടു. അവൻ മുറിയിലേക്ക് തിരിച്ചുപോയി. പുറത്തപ്പോഴും ബഹളം അവസാനിച്ചിട്ടില്ല. ഫാനിട്ടിട്ടും കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം അവനെ കടാക്ഷിച്ചില്ല. അവൻ്റെ ഓർമ്മകളിൽ അപ്പോൾ മീനുവും അമ്മുവും അല്ലായിരുന്നു, മറിച്ച് അപ്പുവായിരുന്നു. നാട്ടിൽ നിന്നും ട്രെയിൻ കയറി ചെന്നൈക്ക് പോകുമ്പോൾ സത്യത്തിലൊരു പേടിയായിരുന്നു. അറിയാത്ത നാട്, നാട്ടുകാർ, ഭാഷ, അങ്ങനെ ഒരുപാട് ചിന്തകൾ മനസ്സിൽ കുമിഞ്ഞു കൂടിയിരുന്നു. അന്ന് ആദ്യമായി ട്രെയിനിൽ വെച്ചാണ് താൻ അവനെ പരിചയപ്പെടുന്നത്. അപ്പു. ആദ്യ കാഴ്ചയിൽ തന്നെ ഞങ്ങൾക്കിടയിൽ എന്തോ ഒരു സൗഹൃദം തോന്നി. അപ്പുവും ഒരു ജോലിയുടെ ഭാഗമായാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇപ്പോൾ കുറച്ചു മാസമായി ഇവിടെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു. അവനങ്ങനെ കാര്യമായി ബന്ധുക്കൾ ആരുമില്ല. നാട്ടിലൊരു അമ്മാവനുണ്ട്. മൂപ്പര് ഫുൾ ടൈം മദ്യപിച്ച് കിടത്തമാണ്. അയാളെ അപ്പുവിന് തീരെ ഇഷ്ടമല്ല. പിന്നെ ആകെ കൂടി ഉള്ളത് അമ്മുവാണ്. അപ്പുവിൻ്റെ അനിയത്തി, അല്ല മകൾ. അമ്മുവാണ് അപ്പുവിൻ്റെ ലോകം. അവളെക്കുറിച്ചുള്ള പരാതികളും ആശങ്കകളുമാണ് അവൻ്റെ സംസാരത്തിൽ എപ്പോഴും. അവളെ നല്ലൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം, അതായിരുന്നു അപ്പോഴും അവൻ്റെ ഉള്ളിൽ. ഞാൻ ചിലപ്പോഴൊക്കെ അവൻ്റെ വീട്ടിൽ പോകും. അവൻ എനിക്ക് അമ്മുവിനെ പരിചയപ്പെടുത്തി. അപ്പുവിനെ പോലെ അല്ലായിരുന്നു അമ്മു. ആളൊരു ശാന്ത സ്വഭാവമാണ്. ആരോടും ഒന്നും അധികം സംസാരിക്കാറില്ല. പതി അവൾക്കും ഞാൻ പ്രിയപ്പെട്ടതായി മാറി. പക്ഷെ ഒരു ദിവസം, ആ നശിച്ച ദിവസം, എല്ലാം മാറി മറിഞ്ഞു. അന്ന് ഓഫീസിൽ ഒരു പാർട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഞാനും എൻ്റെ ഒരു സുഹൃത്തും. അവനും ഞാനും അല്പം മദ്യപിച്ചിട്ടുണ്ട്. രാത്രിയായിരുന്നു സമയം. അവൻ്റെ ഡ്രൈവിങ്ങിൽ എന്തൊക്കെയോ പാകപ്പിഴകൾ ഉണ്ടായിരുന്നു. എനിക്ക് ഭയമായി. ഞാൻ അവനെ മാറ്റി ഡ്രൈവ് ചെയ്തു. എന്നാൽ എനിക്കും എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. പെട്ടെന്ന് കാർ ബ്രേക്കില്ലാതെ പോകാൻ തുടങ്ങി. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ബോധം വന്നപ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ രക്തത്തിൽ കുളിച്ച അപ്പു ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പേടിയായി. എന്ത് ചെയ്യണമെന്നറിയില്ല. പോലീസ് കേസായാൽ ഞങ്ങളുടെ ഭാവി പോകും. അവനെ അവിടെ ഉപേക്ഷിച്ച് വരാൻ കൂട്ടുകാരൻ നിർബന്ധിച്ചു. എന്നാൽ എനിക്കതിന് കഴിഞ്ഞില്ല. അവൻ എൻ്റെ എല്ലാമായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് അവനെ താങ്ങിയെടുത്തു ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ ഞാനൊന്ന് പതറി. എന്നാൽ പാതി ബോധത്തിൽ അവൻ മറുപടി നൽകി. അറിയില്ല, ഏതോ ഒരു വണ്ടി, ആരോ. അപ്പുവിൻ്റെ സ്ഥിതി ഗുരുതരമായപ്പോൾ അവനെ ICUവിലാക്കി. കുറച്ചു സമയം അവന് ജീവൻ ഉണ്ടായിരുന്നു. അവൻ എൻ്റെ കൈകളിൽ പിടിച്ചു. ആരും ഒന്നും അറിയണ്ട, അമ്മുവിന് ആരുമില്ല, നീ നോക്കിക്കോളാം, അമ്മാവന് വിട്ടുകൊടുക്കരുത്. പിന്നെ അവൻ ഉണർന്നില്ല. ഞാൻ അമ്മുവിനെ വിളിച്ചു. അവൾ അവനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. പക്ഷെ ഞാൻ കരഞ്ഞില്ല. എൻ്റെ ഉള്ളിൽ മരവിപ്പായിരുന്നു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അപ്പുവിൻ്റെ മരണത്തിന് ഞാനായിരുന്നു കാരണം. നാട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പുവിനെ ചെന്നൈയിൽ അടക്കി. അമ്മു തനിച്ചായി. അവളെ ഒരു അനാഥാലയത്തിൽ കൊണ്ടാക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. എന്നാൽ ഒരു ദിവസം രാത്രി അവളുടെ അമ്മാവൻ അവിടെ എത്തി. നല്ലതുപോലെ മദ്യപിച്ച അയാൾ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഞാൻ എങ്ങനെയോ അവിടെ എത്തി അവളെ രക്ഷിച്ചു. പക്ഷേ അയാൾ പോലീസിൽ പറഞ്ഞത് അവളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഞാൻ എന്തിന് അവളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്നതായിരുന്നു. ഒടുവിൽ അവളെ അവിടെ നിന്നും കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് കാര്യങ്ങൾ അവൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. മീനുവിനായി വാങ്ങിയ താലി അവൾക്ക് ചാർത്തിയത്. നാളെ മീനു എൻ്റെ ഭാര്യയാകും. അതോടെ എൻ്റെ ആഗ്രഹങ്ങൾ നടക്കും. പക്ഷെ അമ്മ എവിടെ പോകും? അവൾക്കാരാണ് ആശ്രയം? പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ എന്ത് പറഞ്ഞ് ഞാനിവിടെ സംരക്ഷിക്കും? അവളുടെ അമ്മാവനെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. ഉണ്ണിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെയായി. അവൻ ഉടനെ മീനുവിനെ കാണാൻ യാത്രയായി. അവൻ വിളിച്ചതനുസരിച്ച് ആരും കാണാതെ വീടിനടുത്തുള്ള ഒരു ഇടവഴിയിൽ അവൾ അവനായി കാത്തിരുന്നു. അവളുടെ മുഖത്ത് നാളത്തെ സന്തോഷത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു. ഉണ്ണിയേട്ടാ, ഈ സമയത്ത് എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാൻ ആകെ പേടിച്ചുപോയി. അവളുടെ സ്വരം പ്രണയവും ആകാംക്ഷയും നിറഞ്ഞതായിരുന്നു. പറയാം. ഉണ്ണി ഒരു നിമിഷം അവളെ കെട്ടിപ്പിടിച്ചു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഒരുപാട് ഒരുപാട്. പക്ഷേ പക്ഷേ എന്തു പക്ഷേ? മീനുവിന് സംശയമായി.
ഉണ്ണി സംഭവിച്ച കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു. അത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവനോട് മറുത്തൊരക്ഷരമിണ്ടാതെ ഓടിപ്പോയി. അവൻ അവളെ തടയാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അന്ന് മുഴുവൻ അവൻ അവിടെ ഇരുന്ന് കരച്ചിലായി. പിറ്റേന്ന് രാവിലെ അവളുടെ അമ്മ അവരെ ഫോൺ വിളിച്ചു. മീനു വിഷം കുടിച്ചു. അവരുടെ സ്വരം ഇടറി. അത് കേട്ടതും ഉണ്ണി ആകെ ഷോക്കിലായി. അവൻ അവളെ കാണാൻ ഹോസ്പിറ്റലിലെത്തി. എന്താ പറ്റിയതെന്ന് അറിയില്ല. രാത്രി വിളിച്ചിട്ട് കേൾക്കാതെ ആയപ്പോൾ റൂമിലേക്ക് പോയതാ ഞാൻ. അപ്പോൾ എൻ്റെ മോൾ, നിങ്ങൾ തമ്മിൽ വല്ല വഴക്കും ഉണ്ടായോ? അവളുടെ അച്ഛൻ ചോദിച്ചു. ഇല്ല, ഉണ്ണി മറുപടി നൽകി. പിന്നെ എന്താ പറ്റിയതാവോ? ദൈവാനുഗ്രഹം കൊണ്ടാണ് രക്ഷ. ഉണ്ണിയുടെ സംസാരത്തിൽ കുറ്റബോധത്തിന് കലകൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന്, അങ്കിൾ, എനിക്ക് അവളെ ഒന്ന് കാണണം. ഉണ്ണിയുടെ സംസാരം. മോളെ, എന്തിനാ നീ? അവൻ്റെ സ്വരം ഇടിഞ്ഞു മുറിഞ്ഞു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഉണ്ണിയേട്ടൻ പേടിക്കണ്ട. ആരോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പറയുകയില്ല. തൽക്കാലം കല്യാണം ഇപ്പോൾ വേണ്ടെന്ന് കള്ളം പറഞ്ഞോളാം. ഉണ്ണിയേട്ടൻ പൊയ്ക്കോ. ആ കുട്ടിയെ കൂട്ടി എവിടെയെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ. മീനു മനസ്സ് കല്ലാക്കി സംസാരിച്ചു. മോളെ, ഞാൻ. ഉണ്ണി അവളെ തൊടാൻ ഒരുങ്ങി. എന്നാൽ അപ്പോഴേക്കും ഡോക്ടർ റൂമിൽ വന്നു. രോഗിക്കധികം സ്ട്രെയിൻ കൊടുക്കാൻ പാടില്ല, നിങ്ങൾക്ക് പോകാം. ഉണ്ണി ഒന്നും ഇടാതെ അവിടെ നിന്നും ഇറങ്ങി. അവൻ്റെ കണ്ണുകളും മനസ്സും കലങ്ങിയിരുന്നു. വാ, നമുക്ക് പോവാം. ഡ്രസ് പാക്ക് ചെയ്ത് വെച്ചേക്കൂ, അവൻ അമ്മുവിനോട് പറഞ്ഞു. മീനുവിന് എങ്ങനെ? ഇപ്പോൾ ഓക്കെ ആയോ? അല്ല, നമ്മൾ പോയ തൻ്റെ കല്യാണം? അവൾക്ക് സംശയമായി. ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒന്നും. അവൻ കരഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി പടിയിറങ്ങി. കല്യാണ വീട്ടിൽ അപ്പോഴും ആരൊക്കെയോ ഉണ്ടായിരുന്നു. കഥയറിയാതെ ആട്ടം കാണാൻ വന്നവർ. പുറത്ത് കെട്ടിയ പന്തലും കസേരകളും അവനെ കൂടുതൽ തളർത്തി. പിന്തിരിഞ്ഞു നോക്കാൻ ശക്തിയില്ലാത്ത കൊണ്ട് അവൻ മുൻപോട്ട് തന്നെ നടന്നു. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് കിട്ടിയതും മീനുവിനെ എല്ലാവരും ചോദ്യങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. എന്നാൽ അവളുടെ ഉത്തരം മൗനമായിരുന്നു. ഉണ്ണിയെ വിളിച്ച് ചോദിച്ചാലോ? ചിലർ ആ വഴി ചിന്തിച്ചു. ഉണ്ണിയേട്ടനോട് ആരും ഒന്നും ചോദിക്കരുത്, എല്ലാം എൻ്റെ മാത്രം തീരുമാനമാണ്, എൻ്റെ മാത്രം. അവസാനമായി മീനു അത് പറഞ്ഞ് മൗനം വെടിഞ്ഞു. ചെന്നൈയിൽ തിരിച്ചെത്തിയെങ്കിലും ഉണ്ണിയുടെ മനസ്സിൽ നാട്ടിലെ കാര്യങ്ങൾ തന്നെയായിരുന്നു. അവൻ അമ്മയെ വിളിച്ചു. മീനു ഓക്കെയാണോ അമ്മേ? അവൻ്റെ ശബ്ദത്തിൽ വിറയലുണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നു. അവൾ സംസാരിക്കുന്നില്ല ഉണ്ണി. ആരോടും ഒരക്ഷരം മിണ്ടുന്നില്ല. എപ്പോഴും കരച്ചിൽ തന്നെ. എന്താ മോനെ സംഭവിച്ചത്? നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ഒന്നാകാൻ? അത് കേട്ടതും അവൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ അലറിക്കരഞ്ഞു. എനിക്ക് മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. ഒരുപാട് ആലോചിച്ചു, ഞാൻ മരിച്ചു പോയാലോ എന്ന്. എന്നാലും പ്രശ്നം തീരില്ല. എന്താ പ്രശ്നം? അമ്മയ്ക്ക് സംശയമായി. അവൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് പറഞ്ഞു. അത് കേട്ടതും അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. വലിയ തെറ്റായി മോനെ, നീ ഇപ്പോൾ 2 പെൺകുട്ടിയെ അനാഥരാക്കിയിരിക്കുന്നു. അവർ ഫോൺ വെച്ചു. അവിടെ ഇരുന്നു ഒരുപാട് കരഞ്ഞു. അന്ന് രാത്രി അവർക്ക് ആർക്കും ഉറക്കം വന്നില്ല. ഉണ്ണി അപ്പോൾ മീനുവിനെ പൂർണ്ണമായും അവഗണിക്കാൻ തുടങ്ങി. അമ്മുവിനെ തൻ്റെ തെറ്റുകൾ മറച്ചു പിടിക്കാൻ മനഃപൂർവ്വം ഒരു മുഖം മൂടി. അവൾ കാരണമാണ് മീനുവിന് ഈ അവസ്ഥ വന്നതെന്ന് അവൻ എല്ലായ്പ്പോഴും അവളോട് പറഞ്ഞു. എന്നാൽ ആ പാവം പ്രതികരിച്ചില്ല. അവൾ മനസ്സിലെ ഭാരം കൂടിയപ്പോൾ അവൻ മദ്യപാനം ക്ഷീണമാക്കാൻ തുടങ്ങി. രാത്രി വൈകി തിരിച്ചെത്തുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ കുറ്റബോധവും ദേഷ്യവും ഒരേപോലെ നേടിച്ചു. ഡീ അമ്മു, നീയാണ് എന്നെ എൻ്റെ മീനുവിൽ നിന്നും അകറ്റിയത്. നീയും നിൻ്റെ ഏട്ടനും. പാവം എൻ്റെ മീനു, അവൾക്ക് സഹിക്കാൻ പറ്റി കാണില്ല. അത്രയും പറയുമ്പോഴേക്കും അവൻ എവിടെയെങ്കിലും വീണിരിക്കും. അമ്മുവിന് ഇത് സ്ഥിരം കാഴ്ചയായി. അങ്ങനെ തന്നെ മാസങ്ങൾ കടന്നുപോയി. ഉണ്ണിൽ നാട്ടിൽ വിളിക്കുന്ന കുറഞ്ഞു. മീനുവിൻ്റെ അവസ്ഥ എന്താണെന്ന് അവൻ അന്വേഷിച്ചതുമില്ല, ഭയന്നു. ഈ അകൽച്ച ഉണ്ണിയെ കൂടുതൽ മദ്യപാനത്തിലേക്ക് തള്ളിവിട്ടു. അമ്മ സ്വന്തമായി ഒരു ജോലി അന്വേഷിച്ചു തുടങ്ങി. ഉണ്ണിയുടെ സംസാരം അവൾക്ക് അത്രയും മടുത്തിരുന്നു. അങ്ങനെ പിന്നെയും മാസങ്ങൾ കടന്നുപോയി. ഋതുക്കളും വസന്തവും മാറി മാറി വന്നു. അമ്മുവും ഉണ്ണിയും ഒരേ വീട്ടിൽ തീർത്തും അപരിചിതരായി തീർന്നിരുന്നു. ഒരു ദിവസം അവനൊരു കത്ത് കിട്ടി. മീനുവിൻ്റെ ആയിരുന്നു അത്. ഏട്ടനും ആ കുട്ടിക്കും സുഖമാണോ? ഞാനിപ്പോഴും മരിച്ചിട്ടില്ലെന്ന് മാത്രം. ഒരുപാട് ശ്രമിച്ചു ഏട്ടനെ മറക്കാൻ, പക്ഷെ കഴിഞ്ഞില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ സ്വയം അവസാനിപ്പിക്കാൻ നോക്കി. അതും വിഫലമായിരുന്നു. ഒടുവിൽ കുറച്ച് ദിവസം മാനസികമായി ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. പലപ്പോഴും ഞാൻ ആഗ്രഹിക്കും ഉണ്ണിയേട്ടനെ ഒന്ന് കാണാൻ വന്നെങ്കിലെന്ന്. പിന്നീട് അത് വേണ്ടെന്ന് കരുതും. അന്ന് എനിക്ക് ഉണ്ണിയേട്ടൻ വലിയൊരു തെറ്റായിരുന്നു. എന്നാൽ ആലോചിച്ച് നോക്കിയപ്പോൾ ഉണ്ണിയേട്ടൻ സ്വയം ശിക്ഷിച്ചത് ആണെന്ന് മനസ്സിലായി. ആ കുട്ടിയും പാവമാണ്. അതിനെ ഇനി വിഷമിപ്പിക്കല്ലേ. എൻ്റെ കല്യാണം ഉറപ്പിച്ചു. എന്നെ ചികിത്സിച്ച ഡോക്ടർ തന്നെയാണ് വരൻ. അയാൾക്ക് എന്നെ അറിയാം. എനിക്ക് വേണ്ടിയല്ല, എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാനിതിനെ സമ്മതിച്ചു. അല്ലെങ്കിലും എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കണമെന്നില്ലല്ലോ. ഉണ്ണിയേട്ടൻ എൻ്റെ കല്യാണത്തിന് വരണം. ആ കുട്ടിയെയും കൂട്ടണം.
അത്രയും വായിച്ചത് ഉണ്ണിക്ക് സമനില തെറ്റുന്നത് പോലെ തോന്നി. അല്ലെങ്കിലും എല്ലാം കൈവിട്ടു പോകുമ്പോൾ ഒന്നും ചെയ്യാനാവാത്ത നിസ്സഹായതയോടെ എല്ലാം നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ ഇത്രത്തോളം ഭീകരമാണ്. തൻ്റെ മുന്നിലുള്ള എല്ലാത്തിനെയും അവൻ വലിച്ചെറിഞ്ഞു. നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു ഭ്രാന്തനെ പോലെ അവൻ അലറി. അമ്മു പേടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. എന്നാൽ അവൾ വരുമ്പോഴേക്കും അവൻ കയ്യിൽ കെട്ടിയ ഒരു ബാഗും എടുത്ത് കാറിൽ എങ്ങോട്ടോ യാത്ര തിരിച്ചു. അവൾ പേടിച്ചുകൊണ്ട് അവന് പിറകെ ഒരു ഓട്ടോയിൽ പോയി. എന്നാൽ ദുരന്തം അവൾക്ക് അവനെ പിന്തുടരാൻ സാധിച്ചില്ല. അവൾ ദൂരേക്ക് മാഞ്ഞിരുന്നു. അവൾ നിരാശയോടെ വീട്ടിലേക്ക് മടങ്ങി. മുറികളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു കത്തും. അമ്മു അതെടുത്ത് വായിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കാർ ഓടിക്കുമ്പോഴും ഉണ്ണിയുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ അലതള്ളി. അവൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടു. അതുകൊണ്ട് തന്നെ കാറിൻ്റെയും എത്ര തന്നെ ശ്രമിച്ചിട്ടും അവൻ്റെ കാറിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. കാർ തൊട്ടടുത്തൊരു പാറക്കല്ലിൽ ശക്തിയായി ഇടിച്ചു. നാട്ടുകാരിൽ ആരോ അവനെ രക്ഷപ്പെടുത്തി. അമ്മുവിനെ വിവരം അറിയിച്ചു. അവൾ പേടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലെത്തി. രോഗിയുടെ ആരാണ്? ഡോക്ടർ അവളോട് ചോദിച്ചു. അവകാശമില്ലാഞ്ഞിട്ട് കൂടി അവൾ ഭാര്യ എന്ന് ഉത്തരം പറഞ്ഞു. രോഗിയുടെ അവസ്ഥ കുറച്ച് ഭീകരമാണ്. എത്രയും പെട്ടെന്ന് ബി പോസിറ്റീവ് ബ്ലഡ് വേണം. അവൾ ആദ്യം പരിഭ്രമിച്ചു. എത്രയും പെട്ടെന്നെന്ന് പറയുമ്പോൾ എവിടെ നിന്ന് കിട്ടും? അവൾക്ക് ഓർമ്മ വന്നത് അവളുടെ രക്തം ബി പോസിറ്റീവാണ്. അവൾ രക്തം നൽകാൻ സമ്മതിച്ചു. ഓപ്പറേഷൻ വളരെ പെട്ടെന്ന് തന്നെ നടന്നു. 1 മാസം കംപ്ലീറ്റ് റെസ്റ്റ് വേണം. ഒരു ജോലി എടുക്കാൻ പാടില്ല. നിങ്ങൾ ഒരു കുട്ടിയെ പോലെ പാലിക്കണം, ഡോക്ടർ അവളെ ഉപദേശിച്ചു. ബോധം വന്നതും ഉണ്ണി ആദ്യം ചോദിച്ചത് മീനുവിൻ്റെ കല്യാണം കഴിഞ്ഞു എന്നാണ്. അമ്മ വിളിച്ചിരുന്നു. കഴിഞ്ഞു എന്ന് പറഞ്ഞു. അമ്മ അവന് ഉത്തരം നൽകി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാൻ വിചാരിച്ചത് ഈ ആക്സിഡൻറ്റോട് കൂടി എല്ലാം അവസാനിച്ചു എന്നാണ്. ഞാൻ മരിച്ചാൽ പകുതി പ്രശ്നം തീർന്നേനെ അല്ലേ? അവൻ അമ്മുവിനോട് ചോദിച്ചു. അമ്മ അതിന് മറുപടി പറഞ്ഞില്ല. അമ്മ അറിഞ്ഞോ ആക്സിഡൻ്റ് ആണെന്ന്? അവന് സംശയമായി. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. ഒരു മീറ്റിങ്ങിൽ പോയെന്ന് കളവ് പറഞ്ഞു. നന്നായി. അവൻ ചിരിച്ചു. തല നല്ല വേദനയുണ്ട്. അവൻ തൻ്റെ തലയിൽ തടവിക്കൊണ്ട് അമ്മുവിനെ നോക്കി. ഉണ്ടാകും. ഡോക്ടർ പറഞ്ഞത് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നാണ്. ഒരുപാട് രക്തം പോയി. അവൾ അവൻ്റെ തലയിൽ മരുന്ന് പുരട്ടിക്കൊണ്ട് പറഞ്ഞു. അന്ന് രാത്രി അവൾ ഉറങ്ങിയില്ല. വേദന കാരണം അവൻ ഉറക്കത്തിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു. അവൾ അവനെ സമാധാനിപ്പിച്ചുകൊണ്ടേയിരുന്നു. കൈകളിൽ സ്റ്റിച്ച് ഇട്ടത് കാരണം ഉണ്ണിക്ക് ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ അവന് ഭക്ഷണം വാരിക്കൊടുത്തു. അവൻ്റെ ശരീരം വൃത്തിയാക്കി. ബാത്റൂമിൽ പോകാൻ പോലും അവളുടെ സഹായം വേണ്ടി വന്നു. അവളുടെ മുഖത്ത് യാതൊരു മടിയുമില്ലായിരുന്നു. വാക്കുകൾ കൊണ്ട് അവൻ ഏൽപ്പിച്ച മുറിവുകൾ പോലും അവൾ മറന്നുപോയി. ഒടുവിൽ ഉണ്ണി പഴയ ആരോഗ്യസ്ഥിതിയിൽ തിരിച്ചു വരാറായി. കൃത്യസമയത്ത് വൈഫ് ബ്ലഡ് തന്നു. പിന്നെ അവരുടെ കെയറിങ് പറയാതെ വയ്യ. യു ആർ വെരി ലക്കി. അത് കേട്ടതും ഉണ്ണിക്ക് ചിരി വന്നു. ലക്കി? ഞാനോ? അവൻ അമ്മുവിൻ്റെ കൈകൾ പിടിച്ച് അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. നല്ല മഴയായിരുന്നു. അമ്മു കൂടെ തുറന്നു. അവനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. വഴിയിൽ അവൻ വീഴാതിരിക്കാൻ അവൾ അവനെ മുറുകെ പിടിച്ചു. അവളുടെ ചൂട് അവന് ആശ്വാസമേകി. അവൾ അവനൊപ്പം കാറിൽ കയറി. വീട്ടിലെത്തിയ ഒരു ബെഡിൽ അവനെ കിടത്തി. ഒരു കുഞ്ഞിനെ പോലെ അവൻ്റെ വസ്ത്രങ്ങൾ മാറ്റി. നിനക്ക് വെറുപ്പ് തോന്നുന്നില്ലേ? എത്ര ഞാൻ നിന്നെ വഴക്കു പറഞ്ഞു, ശപിച്ചു. എന്നിട്ടും ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആലോചിച്ച് നോക്കിയപ്പോൾ എന്നെ വേദനിപ്പിച്ചിട്ട് നിങ്ങൾ സന്തോഷിച്ചില്ലല്ലോ. ആരും കാണാതെ ഉരുക്കി തീരുകയില്ലായിരുന്നു. അമ്മു തിരിച്ചു ചോദിച്ചു. അമ്മു, അന്ന് അപ്പു മരിച്ചത് അവന് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എനിക്കറിയാം. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്കൊപ്പം വന്നത്. അന്ന് നിങ്ങൾ വഴിയിൽ ഏട്ടനെ ഉപേക്ഷിച്ചില്ലല്ലോ. ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ നൽകി. ഓടിപ്പോകാമായിരുന്നിട്ട് കൂടെ നിന്നു. സ്വന്തം ജീവിതം, ആഗ്രഹങ്ങൾ എല്ലാം ഹോമിച്ചു. നിങ്ങളെ ഞാൻ എങ്ങനെ ശിക്ഷിക്കാനാണ്? അമ്മുവിൻ്റെ ചോദ്യം ഉണ്ണിയുടെ ഹൃദയത്തിൽ തട്ടി. അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഒരുപാട് കരഞ്ഞു. അവൻ്റെ കണ്ണുനീർ തുള്ളികൾ അവളുടെ മുടിയിഴകളെ നനപ്പിച്ചു. ആരും ഉണ്ടായിരുന്നില്ല ഇന്നുവരെ എന്നെ മനസ്സിലാക്കാൻ. മീനു പോലും. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളുകളിൽ ചുംബിച്ചു. എന്നാൽ പെട്ടെന്ന് അവൾ കുതറി മാറി. അവർക്കിടയിൽ ഇപ്പോഴും മീനു ഒരു മറയായിട്ടുണ്ട്. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. ഉണ്ണിയുടെ അമ്മ സംഭവങ്ങളെല്ലാം അറിഞ്ഞ് അവർക്കൊപ്പം വന്നു ചേർന്നു. അപകടത്തിൻ്റെ വിവരം അവരിൽ നിന്ന് മറച്ചു വെച്ചതിന് അമ്മുവിനോട് അവർക്ക് ചെറിയ നീരസമുണ്ടായിരുന്നു. എന്നാൽ അപകടത്തിൻ്റെ വിവരം അവരിൽ നിന്നും അവളുടെ പരിചരണവും സ്നേഹവുമാണ് അവനെ മാറ്റിയതെന്നറിഞ്ഞപ്പോൾ അത് ഇഷ്ടമായി മാറി. ഉണ്ണി പൂർണ്ണമായി അല്ലെങ്കിലും ഭാഗികമായി മദ്യപാനം ഉപേക്ഷിച്ചു. പക്ഷെ അമ്മുവും അവന് തമ്മിൽ ഇപ്പോഴും ഭാര്യ ഭർത്താവ് ബന്ധം ഉണ്ടായിരുന്നില്ല. മീനു എങ്ങനെ ജീവിക്കുന്നു എന്നറിയാതെ അവൻ ഓരോ ദിവസവും ഉരുകുകയായിരുന്നു. എന്നാൽ ഒരു ദിവസം ഉണ്ണിക്കൊരു ഫോൺ കോൾ വന്നു. അമ്മുവിൻ്റെ ആയിരുന്നു അത്. നിങ്ങളെ കാണാൻ ഇവിടെ 2 പേര് വന്നിട്ടുണ്ട്. മീനുവും അവളുടെ ഭർത്താവും മഹേഷുമായിരുന്നു അത്. ഉണ്ണിയേട്ടനോട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നില്ല, മറിച്ച് സങ്കടമായിരുന്നു. ഉണ്ണിയേട്ടൻ ചെയ്തത് ശരിയാണെന്ന് പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷെ സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ജീവിതം കൈവിട്ടു പോയെന്ന് തോന്നിയത് കൊണ്ടാണ് മഹേഷേട്ടന് ആശ്വാസമേകിയത്. ജീവിതം അങ്ങനെയാണ് ഉണ്ണിയേട്ട. ചിലപ്പോൾ നമ്മളെ തിരഞ്ഞെടുത്ത വഴികളിലൂടെ ആയിരിക്കില്ല നമ്മൾ സഞ്ചരിക്കേണ്ടി വരുന്നത്. അമ്മു നല്ല കുട്ടിയാണ്. അവൾക്കെല്ലാം മനസ്സിലാകും. എനിക്ക് വേണ്ടി വിട്ടുതരാൻ വരെ അവൾ തയ്യാറായില്ലേ? ആ സ്നേഹം ഉണ്ണിയേട്ടൻ ഇനി കണ്ടില്ല എന്ന് നടക്കരുത്. ഞാൻ ഹാപ്പിയാണ്. മഹേഷേട്ടൻ എൻ്റെ എല്ലാമാണ്. അവൾ മഹേഷിനെ കെട്ടിപ്പിടിച്ചു. ഉണ്ണി നിറകണ്ണുകളോടെ അമ്മുവിനെ നോക്കി. അവൾ അവിടെ നിന്ന് മൂടിപ്പോയി.
കഴിഞ്ഞു പോയതൊക്കെ മറക്കാനേ നമുക്ക് സാധിക്കൂ. മറക്കുക, ക്ഷമിക്കുക. ഇനിയും നീ ആ കുട്ടിയെ വിഷമിപ്പിക്കരുത്. ആരുമില്ലാത്തവളാണ്. നീ ഒരു താലിമാല അഗ്നിസാക്ഷിയാക്കി അവളുടെ കഴുത്തിൽ ചാർത്തണം. അമ്മ അവനെ ഉപദേശിച്ചു. ഉണ്ണി അമ്മുവിനെ നോക്കി. അവളും അത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പുറത്തപ്പോഴും നല്ല മഴയായിരുന്നു. അവർ ഇരുവരും ഒരുമിച്ച് മഴ നനഞ്ഞു. പരസ്പരം മനസ്സുകൾ അടുത്തു. അവൻ അവൾക്ക് സ്നേഹചുംബനം നൽകി. ദൂരെ നിന്ന് അപ്പു ഇത് കാണുന്നുണ്ടായിരുന്നു. ഒരു തുള്ളിയായി, നിഴലായി അവൻ്റെ പ്രിയപ്പെട്ട അനിയത്തിക്കൊപ്പം. അവസാനിച്ചു. രചന അഞ്ജു. കൃഷ്ണ.